നമസ്കാരം. അവൻ ഒ സി ഡിയാ, ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താണ് ഈ ഒ സി ഡി? ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഒ സി ഡിക്ക് ഒപ്പം തന്നെയുള്ള ഒന്നാണ് ഒ സി പി ഡിയും, അതായത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒ സി ഡി എന്നത് ആകാംക്ഷയുമായി അഥവാ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട ശരീരത്തിലുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. എന്നാൽ ഒ സി പി ഡി നമ്മുടെ വ്യക്തിത്വത്തിലുണ്ടാകുന്ന ഒരു വൈകല്യമാണ്. ഇനി എന്താണ് ഒ സി ഡി എന്ന് നോക്കാം. ഒബ്സഷൻ ഇൻ തോട്ട് ആൻഡ് കമ്പൽഷൻ ഇൻ ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. തുടർച്ചയായി ഉണ്ടാകുന്ന ചില ചിന്തകൾ മൂലം നമ്മൾ നിർബന്ധമായി ചെയ്യുന്ന ചില പ്രവൃത്തികൾ. മനസ്സിലായില്ലല്ലേ? പറയാം. ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ എല്ലാവരും കൈ കഴുകാറുണ്ട് അല്ലേ? എന്നാൽ കൈ വൃത്തിയായോ എന്ന ചിന്ത തുടർച്ചയായി വരുന്നത് മൂലം പലതവണ കൈ കഴുകാൻ തോന്നുകയും കൈ കഴുകുകയും ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? ഇതാണ് ഒ സി ഡി. അതുപോലെ തന്നെ വീട്ടിലെ മുറികൾ വൃത്തിയായോ എന്ന് സംശയിച്ച് പിന്നെയും പിന്നെയും വൃത്തിയാക്കുക, മുറി പൂട്ടിയോ എന്ന് സംശയിച്ച് പിന്നെയും പിന്നെയും ചെന്ന് നോക്കുക തുടങ്ങി ആവർത്തിച്ചുണ്ടാകുന്ന ചിന്തകളെയും അതിൽ നിന്നുണ്ടാകുന്ന നിർബന്ധിതമായ പ്രവൃത്തികളെയുമാണ് ഒ സി ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒ സി പി ഡി ഇതല്ല. ചെയ്യുന്ന കാര്യത്തിൽ അമിതമായ ചിട്ട കാണിക്കുന്ന സ്വഭാവം, ഏൽക്കുന്ന കാര്യം പരമാവധി പൂർണ്ണതയോടെ ചെയ്യണമെന്ന നിർബന്ധത്തിൽ പിന്നെയും പിന്നെയും പൊളിച്ച് ചെയ്ത് ചെയ്യുന്ന ജോലിയിൽ കാലതാമസം വരുത്തുക, ഇങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരുടെ മേൽ അമിത സമ്മർദ്ദം ഉണ്ടാക്കുക തുടങ്ങിയൊക്കെ കാണിക്കുന്ന ഒരുതരം വ്യക്തിത്വ വൈകല്യമാണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓഫീസിലെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ലിസ്റ്റുകൾ, അത് സംബന്ധിച്ച ഓർഡറുകൾ എല്ലാം വിശദമായി പരിശോധിച്ച ശേഷമേ ഒ സി പി ഡിക്കാർ ഒരു ജോലി തുടങ്ങൂ. രണ്ടാമത്തേത് പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള അമിതമായ പെടാപ്പാടാണ്. പെർഫെക്ഷനിസം എന്നൊക്കെ നമ്മൾ സാധാരണ വിളിക്കുന്ന ഒരു ശൈലി. ചെയ്യുന്ന ജോലി ഉന്നത നിലവാരം പുലർത്തണമെന്ന നിർബന്ധം മൂലം പിന്നെയും പിന്നെയും പുതുക്കി ചെയ്ത് സമയത്ത് ജോലി തീർക്കാതിരിക്കുക എന്നതാണ് ഇത്തരക്കാരുടെ ഒരു പ്രത്യേകത. ജോലിയോടുള്ള അമിത താല്പര്യം നിമിത്തം വർക്ക്ഹോളിക് നേച്ചർ മൂലം കൂട്ടുകാരോടൊപ്പമൊന്നും ഇരിക്കാൻ സമയം കണ്ടെത്താത്തവർ, ഒഴിവു സമയങ്ങളിൽ പോലും അതായത് ഇടവേളകളിൽ പോലും ആനന്ദം അനുഭവിക്കാൻ സാധിക്കാത്ത മാനസികാവസ്ഥയുള്ളവർ, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം, ധാർമ്മികത, എത്തിക്സ്, മൂല്യങ്ങൾ എന്നിവയിലുള്ള അമിതമായ ആശ്രയത്വം, ഇവയൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഇത്തരക്കാർ ജോലി ചെയ്തു തീർക്കൂ. ഇത്തരത്തിലുള്ള നിർബന്ധങ്ങൾ നിമിത്തം ജീവിതത്തിൽ ഇവർക്ക് അധികം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണമെന്നില്ല. വീട്ടുകാർക്കൊപ്പവും സമയം ചെലവിടുന്നത് ചുരുക്കമായിരിക്കും. നമുക്ക് വൈകാരികമായി ഒരു ബന്ധവുമില്ലാത്ത പഴകിയതോ വിലയില്ലാത്തതോ ആയ വസ്തുക്കൾ പോലും ഉപേക്ഷിക്കാനുള്ള മടി കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കുന്നവർ, തൻ്റേതായ രീതിക്ക് മറ്റുള്ളവർ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെ ജോലികൾ ഏൽപ്പിക്കാനോ അവരോടൊപ്പം പ്രവർത്തിക്കാനോ മടിക്കുന്നവർ, ഭാവിയിലുണ്ടാകുന്ന എന്തെങ്കിലും അപകടങ്ങൾക്കായി പണം സ്വരൂപിച്ചു വയ്ക്കണമെന്ന ബോധത്തിൽ അമിതമായ പിശുക്ക് കാണിക്കുന്നവർ, കർക്കശ സ്വഭാവവും ശാഠ്യവും കാണിക്കുന്നവർ. സൈക്കോ തെറാപ്പികളിലൂടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും.